വിഷുക്കണിയിലെ പ്രധാന ഇനമായ കണിവെള്ളരിയിൽ ഏറെ വൈവിധ്യമാണ് ഈ വിഷുവിനെ വിപണിയിലെത്തിയിരിക്കുന്നത്. സാധാരണയായി വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം സ്വർണ്ണവെള്ളരി കയറ്റുമതി ചെയ്യാറുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കയറ്റുമതി കുറഞ്ഞതോടെയാണ് ഇവയെല്ലാം വിലക്കുറവിൽ നാട്ടുവിപണിയിലും ലഭ്യമായി തുടങ്ങിയത്. കണിക്കായി കയറ്റി അയച്ചിരുന്ന താമരച്ചക്ക ഇനത്തിൽപ്പെട്ട വെള്ളരിയും വിലക്കുറവിൽ ലഭ്യമാണ്. കണിക്കൊന്നപ്പൂവിന്റെ നിറമുള്ള ഉണ്ട സ്വർണ്ണവെള്ളരിയാണ് വിപണിയിലെ താരം. കണിവയ്ക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന താമരച്ചക്ക വിഭാഗത്തിൽപ്പെട്ട വെള്ളരിക്ക് വില അല്പം കൂടുതലാണ്. കിലോയ്ക്ക് 70 രൂപ വരെയാണ് ഇതിന്റെ വില. വിഷുവിന്റെ പൊടി പൊടിക്കാണ്. വിഷു കച്ചവടം തകർക്കാണ്. കരിവെള്ളരി വന്നിട്ടുണ്ട്, കരിമത്തുണ്ട്, എല്ലാ സാധനങ്ങളും സമൃദ്ധിയായിട്ടുണ്ട്. ആൾക്കാരുടെ കാശിന്റെ ഒരു പരിമിതി പ്രശ്നങ്ങളുണ്ട്. യുദ്ധം നടക്കുന്നുണ്ട്, അതിന്റെ വല്ല പ്രശ്നം, അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആൾക്കാർ പൈസ ഇറക്കുന്നില്ല. സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കുകയാണ്. വില ഇപ്പൊ 2 ദിവസമായിട്ട് കുറച്ച് കൂടിയിരിക്കണം. എല്ലാ സാധനത്തിനും കുറച്ച് വില കൂടിയിരിക്കും. കണിവെള്ളരി ഇപ്പൊ ഒരു 40-50 റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. ചെറുനാരങ്ങ, ചൂട് ചെറുനാരങ്ങ കാര്യങ്ങളൊക്കെയാണ് വില കൂടിയത്. തവിട്ടും വെള്ളയും നിറമുള്ള കറിമത്തങ്ങയ്ക്ക് പുറമെ കണിവയ്ക്കാനുള്ള സ്വർണ്ണ നിറമുള്ള ചെറിയ മത്തനും ഇത്തവണ കർഷകർ വിളവിറക്കിയിരുന്നു. ഇവയ്ക്കും ഡിമാൻഡ് കൂടുതലാണ് ഇത്തവണ. വലിപ്പം കുറഞ്ഞ വെള്ളരിക്കും മത്തനുമെല്ലാം ആവശ്യക്കാർ ഏറെയാണ്. കണിയൊരുക്കുന്ന ഉരുളിയിൽ ഉൾക്കൊള്ളിക്കാൻ എളുപ്പമാണ് എന്നതാണ് ഇതിന്റെ കാരണം. ചൂടുകാലമായതിനാൽ ചെറുനാരങ്ങയ്ക്കും വില കൂടിയിട്ടുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്.